ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ്. ഇന്റർനാഷണൽ. അത് എങ്ങോട്ടാന്നുള്ളത് നിങ്ങൾ വഴി അറിഞ്ഞാൽ മതി. രാജ്യങ്ങളിൽ 3 കൺട്രീസ്. അപ്പൊ നമ്മള് മൂന്ന് കൺട്രീസ് അല്ലേ? 3 കൺട്രീസ് നാലാവും. അങ്ങനെ 3 കൺട്രീസ് അതെ, ഗസ് ചെയ്യും. നമ്മൾ ഇന്നിപ്പോ പോകാൻ പോകുന്നത് ഒരു ഫ്ലിക്സ് കയറി ഇവിടെ ജർമ്മനിയിലെ തൊട്ടടുത്തുള്ള ഒരു കൺട്രിയിലാണ് നമ്മൾ പോകുന്നത്. വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആദ്യം പോകുന്നത് ഒരു നെയ്ബറിംഗ് കൺട്രിയിലാണ്. ആ വ്ലോഗായിരിക്കും ആദ്യം വരുന്നത്. നമ്മൾ ട്രെയിനിൽ കയറി. ഈ ട്രെയിനിൽ നമ്മൾ കയറി നമുക്കിതൊക്കെ കഴിക്കണം. പക്ഷെ നമ്മൾ പ്രാഗിലോട്ടല്ല കേട്ടോ പോകുന്നത്. നമ്മൾ ആദ്യം മ്യൂണിക്ക് പോകും. മ്യൂൺഷൻ. നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് ജർമ്മനിയിലെ മെയിൻ ഫേമസ് ആയിട്ടുള്ള എല്ലാ ജർമ്മൻസും കഴിക്കുന്ന ഒരു ഫുഡാണ്. ഇതാണ് ജർമ്മനിയിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡ്, ബ്രാറ്റ്വൂസ്റ്റ്. ജർമ്മനിയിലെ എല്ലാവരും ഈ ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഇതാണ്. Verehrte Reisende, wir begrüßen Sie an Bord von Flixbus. Es freut uns, dass Sie... നമ്മൾ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. എവിടെയത്? അയ്യോ, ഇതാണ് സ്ഥലം, വിയൻ ഹോപ്പ്ബാനോഫ്. ഇതെവിടെയാണുള്ളത്? അങ്ങനെ നമ്മൾ ഓസ്ട്രിയയിലാണ് എത്തിയേക്കുന്നത്. സമയം 4 മണി 8 ഡിഗ്രി. ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ കയറാൻ പോവാണ്. കുറച്ച് ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഓസ്ട്രേലിയയിൽ DM മക്ഡൊണാൾഡ്സ്. നമ്മളങ്ങനെ മക്ഡിയിൽ കയറിയൊക്കെയാണ് ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ട്. സ്ഥിരം ഫുഡ് സ്പോട്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുത്തെ റെസ്റ്റിന് ശേഷം നമ്മളെല്ലാരും കൂടിയിട്ട് ഇവിടെ ഓസ്ട്രിയയിലുള്ള ഒരു പാലസ് കാണാൻ വേണ്ടി വന്നേക്കാണ്. ബെൽവെർഡെ പാലസ്. 1965 കൊച്ചി മഹാരാജാവ് ഭയങ്കര നല്ല തണുപ്പുണ്ട് ഇവിടെ. ഒന്നിടക്കിങ്ങനെ ചുമ്മാ പറയണം. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഒരു ഫീൽസ് ലൈക്ക് 4 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് പാലസിന്റെ എൻട്രി. ഹായ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എൻട്രിയാണ് ഈ കാണുന്നത്. ഇതാണ് പാലസിന്റെ നമ്മളെ എൻട്രി. ഇങ്ങനെ കയറിയിട്ട് ഈ കാണുന്നതാണ് പാലസ്. ഇവിടെ ഇങ്ങനൊരു പൂള് പോലത്തെ ഇതുണ്ട്. ജർമ്മനി ആയാലും ഓസ്ട്രിയ ആയാലും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ മറ്റേ ഭയങ്കര ആർക്കിടെക്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ഇഷ്ടം പോലെ ഇങ്ങനെ മ്യൂസിയം, അങ്ങനെ ഒരുപാട് പഴക്കേറിയ കുറേ ബിൽഡിങ്സും കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ അത്ര ഒന്നും ഇവിടെ ഇല്ല. അത്രേ ഉള്ളൂ. ഇതാ ഈ പാലസ് 1700-ലാണ് കൺസ്ട്രക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ നാളിലെ പോലെ പാൻ മസാലയും തുപ്പാൻ ആൾക്കാരില്ല ഇവിടെ. അതുകൊണ്ട് വൃത്തിയായി ഇരിപ്പുണ്ട്. നല്ല വൃത്തിയിൽ ഇരിപ്പുണ്ട്. കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൂള് പോലത്തെ സംഭവം ഉണ്ട്. ഇതിപ്പോ ആക്ച്വലി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറ്റത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊക്കെ ഒറിജിനലാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ പെയിന്റിംഗ് ആണ്. അവര് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പെയിന്റിങ് വെച്ചേക്കാണ്. അടുത്ത് കയറാൻ 19 യൂറോ 50 സെന്റ് ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് നമ്മൾ അടുത്ത്
പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ പൈസക്ക് ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അങ്ങനെ രക്ഷപ്പെടണ്ട. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഉള്ളിലെ കാണാൻ തോന്നണല്ലോ കേസ്, അതുകൊണ്ടാ, പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അല്ല, നമുക്ക് ഇതിൽ അടിപൊളിയായിട്ടുള്ള പാലസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഒക്കെ പാലസ്. നമ്മൾ ഉള്ളിലോട്ട് ഇപ്പൊ കേറുന്നില്ല. അവിടെ പോയി നിന്നേ പറ്റിയത് അത്ഭുത ദ്വീപ് പോലെ. ഇതെന്തോ ഭയങ്കര ലൂപ്പിൽ പെട്ട പോലെ ഉണ്ട് വിഷയങ്ങൾ. എന്ത് വണ്ടി ഇത്? നമ്മുടെ പണ്ടത്തെ മോഡൽ വണ്ടി. അതൊന്നും ആലോചിക്കണ്ട, നീ സമാധാനമായിട്ട് പോയി നിന്റെ കാര്യങ്ങളൊക്കെ തീർക്കും. അങ്ങനെ നമ്മളിപ്പോ അടുത്ത സ്പോട്ടിലോട്ട് വന്നേക്കാണ്. വീണ്ടും പാലസ് കാണാനാണ് പോകുന്നത്. വേറൊരു പാലസ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഹോഫ്ബൂർഗ് പാലസ്. അപ്പൊ അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. വീണ്ടും പാലസുകൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഓസ്ട്രിയ, വിയന്ന. വിയൻ. ഇതിന് 600 കൊല്ലത്തെ പഴക്കമുണ്ട്. പിന്നെ മുമ്പ് കണ്ട ബിൽഡിംഗ് 300 കൊല്ലം പഴക്കമാണെങ്കിൽ ഇപ്പത്തെ ബിൽഡിങ്ങുകൾ 600 കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഓസ്ട്രിയൻ പ്രസിഡന്റ് താമസിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതി ഭവൻ പോലെ ഓസ്ട്രിയയുടെ രാഷ്ട്രപതി ഭവനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് മൊസാർ, ഫേമസ് മൊസാർട്ട്, പിയാനിസ്റ്റ് ആൻഡ് മ്യൂസിഷ്യൻ, കമ്പോസർ, എല്ലാം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യൻസ്. സിംബൽ കണ്ടില്ലേ? മ്യൂസിക്കിന്റെ സിമ്പിൾ ആണത്. ാണ്. ഇതാണ് കത്തീഡ്രൽ, ഓസ്ട്രിയയിലെ കത്തീഡ്രൽ. നല്ല തിരക്കുണ്ട് ഇവിടെ. 1000 കൊല്ലം പഴക്കമുണ്ട്. ഇതിന് 1000 കൊല്ലം പഴക്കം, 1000 കൂടുതൽ കൊല്ലം പഴക്കം. അങ്ങനെ ഓസ്ട്രിയ മൊത്തം കറങ്ങി നമ്മൾ എയർപോർട്ടിൽ വന്നിരിക്കുന്നു. സെക്കൻഡ് ലൊക്കേഷൻ പോകുന്നു. അടുത്ത രാജ്യം. അത് വഴിയെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിലോട്ട് പോവാണ്. നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. യെസ്, ബോർഡിംഗ് പാസ് കിട്ടി. അപ്പൊ നമ്മളിനി ചെക്കിങ് അങ്ങോട്ട് പോവാണ്. വാ. അപ്പൊ ഇതാണ് കേട്ടോ ഓസ്ട്രിയയിലെ ഒരു എയർപോർട്ട്. പക്ഷെ ഇത് അങ്ങനെ വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ആണല്ലോ. ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റി സംഭവങ്ങൾ, ഒരു സെക്യൂരിറ്റി പോലും ഇല്ല. അപ്പോ നമുക്കിനി ചെക്കിങ്ങിന്റെ ഏരിയയിലോട്ട് പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഡ്യൂട്ടി ഫ്രീയിൽ എത്തിയൊക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് ചുമ്മാ ഒന്ന് നടന്നൊക്കെ നോക്കാം. അങ്ങനെ നമ്മള് ഇത് നടക്കും എന്ന് നമ്മൾ വിചാരിച്ചതല്ല, പക്ഷേ നടന്നു. തടസ്സങ്ങളോട് തടസ്സങ്ങളായിരുന്നു, ഫുൾ തടസ്സങ്ങളായിരുന്നു ഇന്നലെ വരെ. പക്ഷെ നമ്മൾ നമ്മൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. വലിയൊരു വിൻഡോ. എമർജൻസി എക്സിറ്റിന്റെ അടുത്താണ് ഇവന് കിട്ടിയിരിക്കുന്ന സീറ്റ്. അവിടെ എമർജൻസി എക്സിറ്റ്. എയർ ഇന്ത്യയില് ആള് ഇവിടെ രക്ഷപ്പെട്ടെന്നൊക്കെ കേട്ടത്. വല്ലതും പറ. നമ്മളങ്ങനെ സെക്കൻഡ് ലൊക്കേഷൻ എത്തി. ഇസ്താൻബുളിലാണ് നമ്മള് സെക്കൻഡ് ലൊക്കേഷൻ. അപ്പൊ സെക്കൻഡ് ലൊക്കേഷൻ പക്ഷെ നമുക്ക് അങ്ങനെ അധികം ട്രാൻസിറ്റ് ആണ്. ഇനിയാണ് നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അതെ, നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി. അപ്പൊ അങ്ങനെ ടർക്കിയിലും ഞങ്ങൾ എത്തി. പക്ഷെ ടർക്കി നമുക്ക് അങ്ങനെ കറങ്ങാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് ടൈമില്ല നമുക്ക്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. സോ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് പാസ്തയാണ്.
അതുപോലെ തന്നെ അവിടെ വേറെ പാസ്ത, പിന്നെ നമ്മളൊരു വെള്ളം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു കാഷ്യൂ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ, ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നതൊന്നുമല്ല. പിന്നെ നമുക്കൊരു ജ്യൂസ് കൂടി കിട്ടാനുണ്ട്. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രിപ്പിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മളെവിടെയാണെന്നുള്ളത് ക്ലൂ നിങ്ങൾ പറഞ്ഞുതരും. ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഡാൻസ് കളിക്കും. കൊച്ചി, ശുക്രൻ ശുക്രൻ. ഹബീബി ഹിന്ദ് ഹബീബി, ഹബീബി ഹിന്ദ് ഹബീബി. നമ്മളിപ്പോൾ അബുദാബിയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ജർമ്മനിന്ന് വന്നതുകൊണ്ട് വിസ ഓൺ അറൈവൽ ആണ് ഇവിടെ. അപ്പൊ ഇവർക്ക് ഞങ്ങൾ രണ്ടുപേരും ജർമ്മൻ റെസിഡൻസ് ആണ്. ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ആർപി കാർഡ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി വിസ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. പക്ഷെ ഇവർക്ക് വിസ എടുക്കണം. ഇന്നത്തെ ജസ്റ്റ് ഒരു ട്രാവൽ വ്ലോഗ് ആയിരുന്നു. നമ്മൾ അബുദാബിയിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ദുബായിക്ക് പോകും. അങ്ങനെ 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 ഇനി കിടക്കണു. കുറെ ട്രാവൽ വ്ലോഗ്സ് ഇനി കിടക്കണു. നമ്മളങ്ങനെ എയർപോർട്ടിന്റെ പുറത്ത് കിടന്നേക്കാണ്. സോ ഇതാണ് നമ്മുടെ അബുദാബി എയർപോർട്ട്. നമ്മളെല്ലാം കഴിഞ്ഞു, ബാഗൊക്കെ എടുത്തു. നമ്മളങ്ങനെ അബുദാബിയിലെത്തിരിക്കണം ഗൈസ്. ഹബീബി, വെൽക്കം ടു അബുദാബി.